6:50 7 മണിക്ക് മത്സരം ആരംഭിക്കും. എന്തായാലും ആവേശകരമായ മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന സാഹചര്യമാണ് നിൽക്കുന്നത്. സമീർ വഴങ്ങോട് ഞങ്ങളുടെ പ്രതിനിധി കൊച്ചി സ്റ്റേഡിയത്തിൽ നിന്ന് ചേരുന്നു. സമീർ, ഒരുപക്ഷെ സ്റ്റേഡിയത്തിന്റെ അകത്ത് ഉൾക്കൊള്ളാവുന്നതിനേക്കാൾ ആൾ പുറത്തുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ടിക്കറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. വലിയ ആരാധക വൃന്ദം പുറത്തുണ്ടാകുമെന്ന കാര്യം അവിതർക്കമാണ്. എത്രത്തോളം ആരാധകരാണ് നിലവിൽ പുറത്തുള്ളത്? മറ്റൊന്ന്, ഈ 3:30 തന്നെ ആരാധകരെയൊക്കെ കളി കാണാനുള്ളവരെ അകത്തേക്ക് കടത്തിവിടില്ലേ? അങ്ങനെ നോക്കുമ്പോൾ അകത്തും പുറത്തുമായി എന്താണ് സംഭവിക്കുന്നത് അവിടെ? താരങ്ങളുടെ ഈ ആരാധകരുടെ ഒരു ഒഴുക്ക് ഇപ്പോഴും തുടരുകയാണ്. അവരെ ഇപ്പോഴും പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 5:30 കൂടെ തന്നെ എല്ലാ ഗേറ്റുകളും അടക്കും എന്നുള്ള ഒരു നിർദ്ദേശമാണ്, അടക്കാനുള്ള ഒരു നിർദ്ദേശമാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ 6 വരെയും അവരെ കയറ്റാനുള്ള ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള വരി പുറത്തു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഓരോ ഗേറ്റിന് മുന്നിലും വലിയ നിര ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 6 മണി വരെ ഈ കാണികളെല്ലാം തന്നെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ അതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുകയും ചെയ്തിരുന്നു. വലിയ രീതിയിലുള്ള കരിഞ്ചന്തയിൽ ടിക്കറ്റ് വിൽപ്പന സജീവമാവുന്ന സ്ഥിതിവിശേഷമാണ് ഇന്നും നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥിതിവിശേഷത്തിൽ ഇപ്പോഴും ഒരു മാറ്റമല്ല. പലരും 300-നെടുത്ത ടിക്കറ്റുകൾ 3000-ന് വിൽക്കുന്നു, 500-നെടുത്ത ടിക്കറ്റുകൾ പലരും 5000-ന് വിൽക്കുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ടിക്കറ്റ് വിൽപ്പന സജീവമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രതയാണ് പോലീസ് കാണിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും അതിനുള്ള ഒരു ജാഗ്രത ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ടിക്കറ്റ് വിൽപ്പനയ്ക്ക് ഇപ്പോൾ ഒരു താൽക്കാലിക അറുതി ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും വലിയ ഒരു ആവേശത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ മറ്റൊരു ആരാധകനും കൂടി ലഭിക്കുന്നു. എവിടുന്നാ വരുന്നത്? അരീക്കോട്, മലപ്പുറം അരീക്കോട്. എങ്ങനെയാ ഇന്നത്തെ ഒരു മത്സരത്തിന്റെ പ്രതീക്ഷ? 2-1 ഫസ്റ്റ് 1 ഗോള് ഫസ്റ്റ് ഇവരടിക്കും, കൽക്കത്തടിക്കും. സെക്കൻഡ് ഹാഫിൽ 2 ഗോള് കേരളം അടിക്കും. ആരൊക്കെ ഗോൾ അടിക്കുന്ന പ്രതീക്ഷ? അത് എനിക്ക് പറയാൻ പറ്റില്ല. മിക്കവാറും വിനീതിലുള്ള പ്രതീക്ഷ. വിനീത് 1 ഗോള്. പിന്നെ നമ്മളെ യെസ്, ഇവർ രണ്ടാളും ഓരോന്നടിക്കും. 2-1 കേരളം ജയിച്ചിരിക്കുന്നതിന്റെ പ്രതീക്ഷ ഉറപ്പായിട്ടും യാതൊരു പ്രതീക്ഷയില്ല. നല്ല പ്രതീക്ഷയോട് കൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, ഞങ്ങൾക്ക് കോഴിക്കോട് തന്നെയാണ് സാറേ ചേട്ടാ. ബ്ലാസ്റ്റേഴ്സ് ജയിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത സീസണിൽ ഞങ്ങൾ ഉണ്ടാവും, ജയിക്കും. എത്ര ഗോൾ അടിക്കുന്ന പ്രതീക്ഷ? പെനാൽറ്റിയാണ് സാധ്യത. എങ്ങനെയാ ഇന്നത്തെ ഒരു പ്രതീക്ഷ പങ്കുവെക്കുന്നത്? നമുക്ക് മറ്റൊരു ആരാധകനും കൂടി ലഭിക്കുന്നു. എങ്ങനെയാ ഇന്നത്തെ മത്സരത്തിന്റെ പ്രതീക്ഷ? തീർച്ചയായും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സ്കോർ നില 2-1 1-1. ഓക്കെ, താങ്ക് യു അരുൺ. എല്ലാവരും വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഇതുവരെയുള്ള പ്രകടനത്തിൽ ഏവരും സന്തുഷ്ടരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ ഈ നിർണായക മത്സരത്തിൽ, ഈ ഫൈനൽ പോരാട്ടത്തിലും ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് എല്ലാവരും ഉള്ളത്. അത്തരത്തിലുള്ള ടീമുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ലഭിക്കുന്ന പിന്തുണ വലിയ പിന്തുണയാണ്. ഒപ്പം ഹോം ഗ്രൗണ്ടിന്റെ ആനുകൂല്യം, അത്തരത്തിലുള്ള എല്ലാ ഘടകങ്ങളും ചേരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ജയിക്കാതെ വയ്യ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ മത്സരത്തിൽ സുന്ദരമായ ഒരു മത്സരം അവരിൽ നിന്ന് ഉണ്ടാകുമെന്നും നല്ലൊരു വിജയം അവർക്ക് കൈവരിക്കാൻ. സമീർ വഴങ്ങോടാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ മഞ്ഞക്കടലായ കാഴ്ചയാണ് കാണുന്നത് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. ഒരുപക്ഷെ ഇന്ത്യൻ കായിക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിരിക്കും എന്ന് തന്നെ പറയാം. കാരണം ക്രിക്കറ്റ് മറ്റ് മേഖലകളിലെ ഫൈനലുകൾ നിരവധി കണ്ടതാണ്. പക്ഷേ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഹൈപ്പിന് അപ്പുറത്തേക്ക് യഥാർത്ഥ സ്പോർട്സിന്റെ വികാരം അത് ഫുട്ബോളിലൂടെയാണ് എന്ന തിരിച്ചറിവ് കൂടിയാണ്. ആ വലിയ വികാരമാണ് ഈ വലിയ ജനവിഭാഗത്തെ ഒരു ചെറിയ പ്രദേശത്തേക്ക് കൊണ്ട് എത്തിക്കുന്നത്. അങ്ങനെ ഉള്ളിൽ നിന്ന് വരുന്ന ആ വികാരം, ഫുട്ബോൾ എന്ന ആ ഒറ്റ വികാരത്തിൽ ഒത്തുചേർന്ന ഒരു വലിയ ജനവിഭാഗത്തെയാണ് നമ്മൾ കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കാണുന്നത്. അതുകൊണ്ടാണ് അരീക്കോട് നിന്നും മലപ്പുറത്ത് നിന്നും മലബാറിന്റെ വിവിധ മേഖലകളിൽ നിന്നും ടിക്കറ്റ് കിട്ടാഞ്ഞിട്ട് പോലും അവിടെ ഈ തടിച്ചുകൂടിയ വലിയ ആരാധക വൃന്ദത്തെ നമ്മൾ കാണുന്നത്. എന്തായാലും ഇന്ത്യൻ ഫുട്ബോളിലെ വൈരികളായ 2 ടീമുകൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഇവരുടെ തീം സോങ്ങും ഏറെ ശ്രദ്ധേയമായിരുന്നു. കാരണം തീം സോങ്ങിൽ നിന്ന് തന്നെ തുടങ്ങുകയായിരുന്നു ആ പോരാട്ടം.
മഞ്ഞയിൽ കളിച്ചാടൂ എന്നതാണ് അതിന്റെ ടാഗ് ലൈൻ. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഏറ്റവും ഒടുവിലായി സൗരവ് ഗാംഗുലി, കൊൽക്കത്തയുടെ ദാദ, ബംഗാളിന്റെ ദാദ, അദ്ദേഹം പറഞ്ഞത് അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത ജയിക്കും, കിരീടം നേടും 2ാം തവണ എന്നാണ്. കലൂർ സ്റ്റേഡിയത്തിലേക്ക് ടീം ബസ് എത്തുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ടീം ഇപ്പോൾ ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം ഇതാ ഗ്രൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച. അവരുടെ വണ്ടിയിൽ മഞ്ഞയിൽ കളിച്ചാടുമെന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുദ്രാവാക്യങ്ങളൊക്കെ കുത്തിയിൽ വണ്ടിയിൽ ടീം ഇതാ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത്. പരിശീലകൻ സ്റ്റീവ് കോപ്പലാണ് ആദ്യം ഇറങ്ങിയിരിക്കുന്നത്. തൊട്ടുപുറകെ ഒന്നൊന്നായി താരങ്ങൾ ഇറങ്ങുന്നു. സന്ദേശ് ജിങ്കാൻ അടക്കമുള്ളവർ ഇതാ ഇറങ്ങി വരുന്നു. ഒരു വലിയ ആൾക്കൂട്ടം തന്നെയാണ് ഇവിടെ ടീമിനെ കാത്ത് ഇവിടെ നിൽക്കുന്നത്. കേരളത്തിന്റെ ടീം ഇതാ ഗ്രൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വലിയൊരു ആവേശത്തോടെ തന്നെ എല്ലാവരും കാത്തിരിക്കുന്നു. കേരള ടീം ഇതാ മൈക്കിൾ ചോപ്ര ഇതാ കടന്നു പോകുന്നു. സ്ട്രൈക്കർ അത് ആരോൺ ഹ്യൂസ്, നായകൻ ആരോൺ ഹ്യൂസ് ആണ് ഇറങ്ങിപ്പോകുന്നത്. കേരളത്തിന്റെ വലിയ ആരാധകരെ എല്ലാം ആ ഒരു കാത്തുനിൽപ്പായിരുന്നു ഇത്രയും നേരം നമ്മളിവിടെ കണ്ട ടീമിന് വേണ്ടിയിട്ട് തന്നെയുള്ളത്. ആ നിമിഷമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ടീം ഫൈനൽ മത്സരത്തിനായി ഇതാ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ ടീം ബസ്സിൽ അല്പസമയം ഇപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായി ഓരോ താരങ്ങളായി. ആദ്യം പരിശീലകൻ സ്റ്റീവ് കോപ്പലാണ് ഇറങ്ങിയത്. പിന്നീട് മൈക്കിൾ ചോപ്ര അടക്കമുള്ള സന്ദീപ് നന്ദി കടന്നു പോകുന്നു, ഗോൾ കീപ്പർ. അങ്ങനെ കേരളത്തിന്റെ എല്ലാ കളിക്കാരും ഗ്രൗണ്ടിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പ് അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയുടെ ടീമും വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ താരങ്ങൾ ഇറങ്ങുമ്പോഴും വലിയ ആരവങ്ങളും ആർപ്പുവിളികളുമാണ്. ആന്റോണിയോ ജർമ്മൻ ഇറങ്ങിയിരിക്കുന്നു. ആന്റോണിയോ ജർമ്മന് വേണ്ടിയിട്ട് വലിയ ആരവമാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുഴങ്ങുന്നത്. ആന്റോണിയോ ജർമ്മൻ ഇറങ്ങിയിരിക്കുന്നു. വലിയ ആരവം തന്നെയാണ് ജർമ്മൻ ഇറങ്ങിയപ്പോൾ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞ. ബാരിക്കേഡുകൾ വച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ് ആരാധകരെ. വലിയൊരു ആവേശം തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. കെവിൻ ബെൽഫോർട്ട് ഇറങ്ങി വരുന്നു. ഒപ്പം തന്നെ വിവിധ മറ്റു കളിക്കാർ. കെവിൻ ബെൽഫോർട്ട് വരുന്നു. അങ്ങനെ ഒരു വലിയ ആവേശത്തോട് വിവിധ കേരള ടീം ഓരോരുത്തരായി ഗ്രൗണ്ടിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അസ്രാഖ് മെഹമ്മദ് വരുന്നു, കാർഡിയോ വരുന്നു. അങ്ങനെ വലിയൊരു നിര, വലിയ ആവേശത്തിലാണ് ടീം. സന്ദേശ് ജിങ്കാൻ, എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് സന്ദേശ് ജിങ്കാൻ ഇറങ്ങി വരുന്നു. വലിയ ആരവങ്ങൾ തന്നെയാണ്. ഓരോരുത്തരും വിജയമുദ്രകൾ കാട്ടിയാണ് ഗ്രൗണ്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം ഇറങ്ങി വരുമ്പോൾ വലിയ ആരവത്തോടെയാണ് സ്വീകരിക്കുന്നത്. ആ ഒരു ആരവം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രൗണ്ടിന് ചുറ്റും ആരാധകർ കാത്തിരിക്കുകയായിരുന്നു. ടീം ഇറങ്ങി വരുന്ന ഒരു അവസാന നിമിഷ കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. പ്രധാനപ്പെട്ട താരങ്ങൾ ഇറങ്ങി വരുമ്പോൾ വലിയൊരു ആരവത്തോടെയും ആവേശത്തോടെയാണ് ആരാധകർ അവരെ സ്വീകരിക്കുന്നത്. ആദ്യം ഇറങ്ങി വന്നത് മൈക്കിൾ ചോപ്രയായിരുന്നു. പിന്നീട് നായകൻ ആരോൺ ഹ്യൂസ് അടക്കമുള്ളവർ വന്നു. സന്ദേശ് ജിങ്കാൻ വന്നു. ഒപ്പം തന്നെ ബെൽഫോർട്ട് വന്നു. അങ്ങനെ പ്രധാനപ്പെട്ട കളിക്കാരൊക്കെ വന്നു. ദിദിയർ കാദിയോ വന്നു. അങ്ങനെ പ്രധാനപ്പെട്ട കളിക്കാരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സെഡ്രിക് ഹെങ്ബട്ട്, പ്രതിരോധത്തിലെ വൻമതിലായ സെഡ്രിക് ഹെങ്ബട്ട് കളിക്കാർക്ക് ഒരു വലിയ മുഹമ്മദ് റാഫി വരുന്നു. മലയാളി താരം മുഹമ്മദ് റാഫി വരുന്നു. എല്ലാവരും വിജയമുദ്രകൾ കാട്ടിയാണ് ഗ്രൗണ്ടിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു ആവേശവും ഒരു ആരവം തന്നെയാണ് നമ്മൾ കാണാൻ വേണ്ടി കഴിയുന്നത്. പ്രധാനപ്പെട്ട താരങ്ങൾ ഇറങ്ങി വരുമ്പോൾ അവരെ കയ്യടിയോടെയും ഒപ്പം തന്നെ ആർപ്പുവിളികളോടെയുമാണ് ഇവിടുത്തെ കാണികളും ഗ്രൗണ്ടും സ്വീകരിക്കുന്നത്. അത്തരത്തിൽ തന്നെ ഒരു വലിയ മത്സരത്തിൻ്റെ ഒരു ആവേശം നമുക്ക് ഇപ്പോൾ തന്നെ ടീം എത്തുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സ്റ്റേഡിയത്തിന് മുകളിൽ ഗാലറിയിൽ നേരത്തെ സ്ഥലം പിടിച്ച ടീമിനെ വരവേൽക്കുന്ന കാഴ്ച. മുകളിൽ നിന്ന് വലിയ ആരവങ്ങളുമായി ടീമിനെ വരവേൽക്കുന്നു. ഡെക്കൻ ഡാസോൺ കഴിഞ്ഞ ദിവസത്തെ ഗോൾ സ്കോറർ ഡെക്കൻ ഡാസോൺ വരുന്നു. CK വിനീത്, മലയാളത്തിന്റെ അഭിമാനമായ CK വിനീത് ഇറങ്ങി വരുന്നു. അങ്ങനെ വലിയ ആരവങ്ങളോടെ ടീമിനെ ഏകദേശം മുഴുവൻ കളിക്കാരും ഇപ്പോൾ തന്നെ ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു. രണ്ട് ടീമും ഗ്രൗണ്ടിലെത്തിയിരിക്കുന്നു. ഇനി അല്പം വാമപ്പ് പോലുള്ള സമയമാണ് അവർക്കുള്ളത്. അതിനുശേഷമായിരിക്കും മറ്റ് കിക്ക് ഓഫ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. വലിയൊരു ആവേശത്തോടെ ടീം ബസ്സിൽ വന്നു നിന്നപ്പോൾ തന്നെ ആരാധകർ അതിനെ പൊതിയുകയായിരുന്നു. എന്നാൽ ബാരിക്കേഡുകൾ വച്ച് ആരാധകരെ എല്ലാം പോലീസ് മാറ്റി നിർത്തി. എന്നാൽ പോലും ഈ ബാരിക്കേഡുകൾ സമീപം വലിയൊരു തള്ളൽ തന്നെയായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. വലിയ ആവശ്യം കൊടുവിൽ ടീം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു. കേരളത്തിൻ്റെ എല്ലാ കളിക്കാരും ഇറങ്ങിയപ്പോൾ, പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട കളിക്കാരെല്ലാം ഇറങ്ങിയപ്പോൾ ഒരു വലിയ ആവേശ കാഴ്ച തന്നെയായിരുന്നു നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഒപ്പം ആന്റോണിയോ ജർമ്മൻ വരുമ്പോൾ വലിയൊരു ആരവം ഉണ്ടായിരുന്നു. ഒപ്പം മറ്റ് താരങ്ങൾ വിനീത് വരുമ്പോൾ, ഡെക്കൻ ഡാസോൺ വരുമ്പോൾ, ഒപ്പം തന്നെ ബെൽഫോർട്ട് വരുമ്പോൾ, അങ്ങനെ പ്രധാനപ്പെട്ട കളിക്കാരെല്ലാം ഇറങ്ങുമ്പോൾ വലിയൊരു ആരവത്തോടെ തന്നെ അവരെ സ്വീകരിക്കുന്നു. വലിയൊരു ആവേശവും ഒപ്പം തന്നെ ആരവവും. മഞ്ഞയിൽ കളിച്ചാടുമെന്ന ആ ഒരു മുദ്രാവാക്യം പോലെ തന്നെ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നു. ഓരോ താരങ്ങളും ഗ്രൗണ്ടിലേക്ക് എത്തിയപ്പോൾ വലിയൊരു ആരവത്തോടെ തന്നെയാണ് ഗാലറി അവരെ സ്വീകരിച്ചത്. മാത്രമല്ല നേരത്തെ ഗാലറികളിൽ ഇടം പിടിച്ചവർ പോലും അവിടെ നിന്ന് കൈയടികളോടെ ടീമിനെ സ്വീകരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു.
മനുവാണ് കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ATK കൊൽക്കത്തയുടെ ടീം നേരത്തെ തന്നെ എത്തിയിരുന്നു. പരിശീലകൻ അടക്കമുള്ളവർ, ടീം മാനേജർ, ടീം ഉടമ അടക്കമുള്ളവർ, സമഗ്രമായ ടീം നേരത്തെ തന്നെ എത്തിയിരുന്നതാണ്. എന്തായാലും സൗരവ് ഗാംഗുലി പറഞ്ഞത് രണ്ടാമതും കിരീടം നിലനിർത്താനുള്ള സാധ്യത തന്നെയുണ്ട്, അതായത് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ കന്നി കിരീടം ലക്ഷ്യമിടുന്ന കേരള ബ്ലാസ്റ്റേഴ്സ്, അവർക്ക് പിന്തുണയുമായി ഒരു വലിയ തരത്തിലുള്ള ആരാധകരാണ് നിലവിൽ നമുക്കവിടെ കാണാനായി സാധിക്കുന്നത്. എന്തായാലും നേരത്തെ ടീം സോങ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച്, ചിരവൈരികളായ ടീമിന്റെ ഒരു ലഘുചരിത്രമടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നേരത്തെ സൂചിപ്പിച്ചത്. മത്സരത്തിന്റെ സമഗ്രമായ മറ്റ് വിശേഷങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നൽകാൻ ഇപ്പോൾ ന്യൂസ് റൂമിൽ നമുക്ക് അതിഥികളുണ്ട്. സ്പോർട്സ് ജേർണലിസ്റ്റ് സുധേഷ്, ഒപ്പം ജിജു ജേക്കബ്, മുൻ ഇന്ത്യൻ താരം, സദീപൻ ബാലൻ, പരിശീലകൻ അടക്കമുള്ളവർ 3 പേർ നമുക്കൊപ്പം തിരുവനന്തപുരം സ്റ്റുഡിയോയിലും ചേരുന്നു. സുധേഷ്, എന്തായാലും ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്ന ആ മുഹൂർത്തം എത്തിയിരിക്കുന്നു. ഇപ്പോൾ ടീമിന്റെ ഫൈനൽ ലൈനപ്പ് സംബന്ധിച്ചൊന്നും ഉള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല എങ്കിൽ പോലും എങ്ങനെയാണ് കാണുന്നത് ഈ അവസാന നിമിഷം? ആദ്യം ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ ആവേശം കാണികളിൽ. ഫുട്ബോൾ വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും വലിയൊരു തിരിച്ചുവരവിന് ഒരുങ്ങുന്നു. ISL എന്ന രൂപത്തിലാണ് ഒരുപാട് കുറവുകളുണ്ട് എങ്കിൽ പോലും അതിൻ്റെ ഒരു തുടക്കഘട്ടമാണ്. നമുക്കൊരു അഭിപ്രായം പറയാനായിട്ടില്ല, 3ാമത് ISL മാത്രമാണായത്. എങ്കിൽ പോലും നല്ലൊരു തിരിച്ചുവരവിന് കാണികളുടെ എല്ലാ പിന്തുണയുമുണ്ട്, ആരാധകരുടെ പിന്തുണയുമുണ്ട് എന്നിവിടെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ മത്സരം തീർച്ചയായും കടുത്ത ഒരു മത്സരം തന്നെയായിരിക്കുമെന്ന് ഉറപ്പിക്കാം. എന്തുകൊണ്ടെന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഒരു ശരാശരി ടീമായിരുന്നു. തുടക്കത്തെ മത്സരങ്ങളിൽ അല്പം പതുക്കെയാണ് അവർ തുടങ്ങിയത്. എന്നാൽ നേരെ മറിച്ച് കൊൽക്കത്ത വളരെ നല്ല രീതിയിൽ തുടങ്ങുന്നു. വലിയ ജയങ്ങളൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും അവർ സമനിലയിലൂടെയും മറ്റും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. എല്ലാ കളിയിലും നല്ല രീതിയിൽ, കളിയുടെ എല്ലാ മേഖലയിലും, മധ്യനിരയിലായാലും മുന്നേറ്റത്തിലായാലും അവർ നല്ല നിലയിൽ കളിച്ചു. ഈ ISLലെ നല്ലൊരു അഗ്രസീവായി കളിക്കുന്ന ഒരു ടീമായാണ് അവർ നിലനിൽക്കുന്നത്. എന്നാൽ മറുപക്ഷത്ത് ബ്ലാസ്റ്റേഴ്സിന് തുടക്കത്തിൽ പാളിച്ചകളുണ്ടായി. കോപ്പൽ പുതിയ പരിശീലകനാണ്. അദ്ദേഹത്തിന് തൻ്റെ ടീമിനെ മനസ്സിലാക്കാൻ അല്പം സാവകാശം വേണ്ടി വന്നിരുന്നു. തൻ്റെ ടീമിൻ്റെ കരുത്ത് പ്രതിരോധമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അതിലൂന്നിക്കൊണ്ടുള്ള ശൈലി അദ്ദേഹം കൊണ്ടുവരുന്നു. പതുക്കെ ടീം താളം കണ്ടെത്തുന്നത് നമ്മൾ കാണുന്നു. അപ്രതീക്ഷിതം എന്ന് പറയാം, അല്ലെങ്കിൽ കറുത്ത കുതിരകൾ എന്ന് തന്നെ പറയാവുന്ന ഒരു വിധത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലെത്തുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ അതിന് സഹായിച്ചത് പ്രതിരോധത്തിൽ ആരോൺ ഹ്യൂസും ഒപ്പം തന്നെ ഹെങ്വർത്തും ജിങ്കാനും ഹൊസുവും അടങ്ങുന്ന ഒരു പ്രതിരോധം, ഒപ്പം അസ്രാഖ് മെഹമ്മദ് എന്നും മേഹ്താബ് ഹുസൈൻ എന്നും പറയുന്ന 2 നല്ല ഡിഫൻസീവ് മിഡ്ഫീൽഡർ, ഇവരെ നിർത്തിക്കൊണ്ടുള്ള എതിരാളികളുടെ കളി മുടക്കുന്ന ഒരു തന്ത്രമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പ്രയോഗിച്ചത്, അല്ലെങ്കിൽ കോപ്പൽ പ്രയോഗിച്ചത്. ഇതിനിടെ കിട്ടുന്ന ചെറിയ അവസരങ്ങളിൽ അദ്ദേഹം കൗണ്ടർ അറ്റാക്ക് നടത്തുന്ന ഒരു അവസരമായിരുന്നു. അപ്പോൾ ആ രീതി തന്നെയായിരിക്കും ഇന്നത്തെ ഫൈനലിലും, ഇതേ തന്ത്രം തന്നെയായിരിക്കും ആവിഷ്കരിക്കുക. കൊൽക്കത്ത കുറേ കൂടി നന്നായിട്ട്, ജാവി ലാറയുടെയും മറ്റും നേതൃത്വത്തിൽ ഹ്യൂമുണ്ട്, ഒപ്പം തന്നെ ദൗത്യമുണ്ട്, പിന്നെ പൊസ്റ്റിക എന്ന ലോകോത്തര ഫുട്ബോളറുണ്ട്, ഫോർവേഡുണ്ട്. അപ്പോൾ ആ ടീമിനെതിരെ നല്ലൊരു പ്രതിരോധ തന്ത്രം തന്നെയായിരിക്കും സ്വീകരിക്കുക. അതിനിടയിൽ കിട്ടുന്ന അവസരങ്ങൾ മുതലെടുക്കാനായിരിക്കും. മറുവശത്ത് കൊൽക്കത്ത കുറേ കൂടി ഭേദപ്പെട്ട്, നമുക്കറിയാം 9 പേരെ മാറ്റി സെമി ഫൈനൽ കളിക്കാൻ, 2ാം പാദം കളിക്കാൻ ധൈര്യം കാണിച്ച ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ട്. അവരുടെ എല്ലാ കളിക്കാരും നല്ല ഫോമിലാണെന്ന് തന്നെ പറയാം. ഹ്യൂം കേരളത്തിനെതിരെ, ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇതുവരെ ഗോൾ കണ്ടെത്തിയിട്ടില്ല എന്നൊരു കുറവുണ്ടെങ്കിൽ പോലും ആ കുറവ് നികത്തുന്ന തരത്തിൽ മറ്റു താരങ്ങൾ ആ ടീമിനുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായൊരു ടീമിനെയാണ് ഇന്ന് കേരളം നേരിടുന്നത്. എന്നാൽ അതെല്ലാം പറയുമ്പോൾ തന്നെ ആരാധകരുടെ പിന്തുണയോടുകൂടി ബ്ലാസ്റ്റേഴ്സ് കളിക്കുമ്പോൾ കോപ്പലിൻ്റെ തന്ത്രങ്ങളും ഒപ്പം തന്നെ ആരാധകരുടെ ആവേശവും കാലുകളിൽ ആവാഹിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുകയാണെങ്കിൽ തീർച്ചയായും ഒരു സാധ്യത അവർക്ക് അവകാശപ്പെടാം. ഒരു ടീമെന്ന നിലയിൽ കൊൽക്കത്ത മുന്നിലാണെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് കാണികളുടെ ആവേശം മുതലാക്കിക്കൊണ്ട് ഒരു ജയം, ഇത്ര വലിയ ആരാധകർക്ക് അവർക്ക് പ്രചോദനമാവുന്ന രീതിയിൽ ഒരു ജയം സമ്മാനിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. യെസ്, എന്തായാലും അലറി വിളിക്കുന്ന ആരാധകർക്ക് നടുവിൽ കളിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു കായിക താരത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത് തന്നെയാണ് വസ്തുത. ആ ഭാഗ്യത്തിലേക്കാണ് ഒരർത്ഥത്തിൽ നമ്മുടെ താരങ്ങൾ, ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ എത്തി നിൽക്കുകയും ചെയ്യുന്നത്. അവിടെ ആ വലിയ ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്തിച്ചേരാനാകും എന്ന പ്രതീക്ഷയാണ് ഈ വലിയ ആരാധകരെ അവിടേക്ക് എത്തിക്കുകയും ചെയ്തത്. എന്തായാലും ആദ്യ സീസണിൽ നഷ്ടപ്പെടുത്തിയ കിരീടം തിരിച്ചു പിടിക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് ബ്ലാസ്റ്റേഴ്സ് എത്തി നിൽക്കുന്നത്. എന്നാൽ 2ാം കിരീടം എന്ന ലക്ഷ്യത്തിലേക്ക് കൊൽക്കത്തയും എന്താവും റിസൾട്ട് എന്ന് ആവേശക്കാഴ്ച കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഈ മത്സരങ്ങൾ, കഴിഞ്ഞ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ കണ്ടതിന് ശേഷം വിവിധ തരത്തിലുള്ള ആരാധകരെ ഞങ്ങൾ ഈ കലൂർ സ്റ്റേഡിയത്തിൻ്റെ പരിസരത്തും മറ്റുമായി കാണുകയുണ്ടായി. അവർ ടീമിനെ കുറിച്ച് വളരെയധികം പ്രതീക്ഷകൾ അർപ്പിച്ചു. ചില ടീമിൻ്റെ പൊസിഷനെ സംബന്ധിച്ച്, ചില ആരാധകർ പൊസിഷനെ സംബന്ധിച്ച് ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചു. വിവിധ താരങ്ങളെക്കുറിച്ച് ആശങ്കകൾ പങ്കുവച്ചു. എന്തായാലും മനോഹരമായ വിജയം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ മറ്റ് കളിയുടെ സമഗ്രമായ വിശദാംശങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ജിജു ജേക്കബ്,
കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമോ? തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലുള്ള ആഗ്രഹവും അഭിലാഷവും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം തന്നെയാണ്. കാരണം ഈ കേരളത്തിലെ ഇന്ന് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഈ ഫുട്ബോൾ ലഹരി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാത്രം സ്വന്തമാണ്. കാരണം അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ മത്സര വിജയം ഒരു അനിവാര്യം തന്നെയാണ്. തീർച്ചയായും അനിവാര്യമായ ഒരു വിജയം തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്, ഒരു വലിയ ആർത്തിരമ്പുന്ന ആരാധകർക്ക് നടുവിൽ. പക്ഷേ ഇരു ടീമുകളുടെയും ശക്തി ദൗർബല്യങ്ങളൊക്കെ പരീക്ഷിക്കുമ്പോൾ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ എങ്ങനെയാണ് കാണുക? ഒപ്പം കേരളത്തിന്റെ താരനിരയെ എങ്ങനെയാണ് കാണുക താങ്കൾ? തീർച്ചയായിട്ടും അത്ലറ്റിക്കോ ഡി കൽക്കത്ത അവരുടെ മത്സരങ്ങളുടെ കഴിഞ്ഞ മത്സരങ്ങളെല്ലാം നമുക്ക് വീക്ഷിക്കുമ്പോൾ അവരുടെ പ്ലസ് പോയിൻ്റായിട്ട് ഏറ്റവും കൂടുതൽ പറയേണ്ടത് അവരുടെ ഏറ്റവും പ്രത്യേകിച്ച് അറ്റാക്കിംഗ് തേർഡിലുള്ള അവരുടെ ഏറ്റവും കൂടുതലുള്ള പാസിംഗ് ഗെയിമുകൾ തന്നെയാണ്. അവരെ സംബന്ധിച്ചോളം അത് വളരെ നന്നായിട്ട് അത് നിർവഹിക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ കേരളം എങ്ങനെ അതിന് തടയിടുന്നു എന്നത് തന്നെയായിരിക്കും മൈതാന മധ്യത്തും അവരുടെ മേധാവിത്വത്തിന് കടിഞ്ഞാണിടാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾക്ക് അവരുടെ ആ പാസിംഗ് ഗെയിംസിനെ എങ്ങനെ കടിഞ്ഞാണിടുന്നു എന്നതായിരിക്കും ആധിപത്യം സ്ഥാപിക്കാനുള്ള ആദ്യത്തെ കടമ്പ. ഹോം ഗ്രൗണ്ടിൻ്റെതായ ആനുകൂല്യം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഈ എവേ മത്സരമെന്നോ ഹോം മത്സരമെന്നോ ഒന്നും പരിഗണിക്കാത്ത ഒരു ടീമാണ് അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത. ആ നിലയ്ക്ക് വളരെ ടൈറ്റായ ഒരു മത്സരം തന്നെ കാണാൻ സാധിക്കുമെന്നാണോ താങ്കൾ കരുതുന്നത്? പ്രത്യേകിച്ച് ഗോൾ ശരാശരിയൊക്കെ നോക്കുകയാണെങ്കിൽ എന്താകുമെന്നാണ് ഈ നിമിഷത്തിൽ പ്രതീക്ഷിക്കുന്നത്? അത്ലറ്റിക്കോ ഡി കൽക്കത്തയുടെ കഴിഞ്ഞ മത്സരങ്ങളുടെ ആ ഫലങ്ങൾ, കാരണം ഈ പറഞ്ഞ മാതിരി അവരുടെ ഗോൾ സ്കോറിംഗ് എബിലിറ്റി അത് എവേ ആണോ ഹോം മാച്ച് ആണോ എന്നുള്ളത് അവരെ സംബന്ധിച്ചോളം അതൊരു പ്രത്യേക ഘടകമായിട്ട് എടുത്തു പറയാൻ കഴിഞ്ഞ കളികളിലൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം ഹോം ഗ്രൗണ്ട് എന്നുള്ളത് അവരുടെ ഒരു സെപ്പറേറ്റ് എനർജി, കാണികൾ അവരുടെ ഒരു സെപ്പറേറ്റ് ഗ്ലൂക്കോസ് തന്നെയാണ്. കഴിഞ്ഞ 6 മത്സരങ്ങളിലെ തുടർച്ചയായ വിജയം അതിന് ഒരു അടിവരയിടുന്ന ഒരു ഘടകം തന്നെയാണ്. ഈ കാണികളുടെ പിന്തുണയോടുകൂടി പ്രത്യേകിച്ച് അവസാന 97-ാമത്തെ മിനിറ്റുകളിൽ പോലും തങ്ങളുടെ തിരിച്ചു വരവ് സാധ്യമാക്കിയിട്ടുള്ള ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അത് അങ്ങനെയുള്ള ഒരു മാമാങ്കം തന്നെയാണ് ഇന്നത്തെ മത്സരത്തിലും അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും സദീപൻ ബാലൻ, അദ്ദേഹം കൂടി ഫുട്ബോൾ പരിശീലകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സദീപൻ ബാലൻ, എങ്ങനെ പുരോഗമിക്കും മത്സരമെന്നാണ് താങ്കൾ പൊതുവിൽ കണക്ക് കൂട്ടുന്നത്? പ്രത്യേകിച്ച് ഏറ്റവും ശക്തമായ 2 ടീമുകൾ തമ്മിലുള്ള പോരാട്ടമാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ ലക്ഷോപലക്ഷം ആരാധകർ ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിഷ്വൽ മീഡിയയിലൂടെ ലോകത്തുള്ള മലയാളികളും ആഗ്രഹിക്കുന്നു. ജിജു പറഞ്ഞതുപോലെ ഞാനും ആഗ്രഹിക്കുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ വിജയം കേരളത്തിൽ തന്നെ ആവണമെന്ന്. പക്ഷേ നമ്മൾ ടീമിൻ്റെ ഘടനയും ഇതുവരെയുള്ള പ്രകടനങ്ങളും ഓപ്പോസിറ്റ് ടീം കൽക്കട്ട ടീമിനെയും വിലയിരുത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ എൻ്റെ ഒരു വീക്ഷണത്തിൽ ഈ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ഒരു മെയിൻ 11 ഒരു പ്ലേയിങ് 11 സ്ഥിരമായിട്ട് നമുക്ക് സെമി ഫൈനൽ മുതലെങ്കിലും ഇറക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു പോരായ്മയുണ്ട്. അതുപോലെ തന്നെ ഒരു ഒത്തിണക്കമുള്ള ഒരു ആക്രമണ ടീം, അതായത് ഒരു അറ്റാക്കിംഗ് തേർഡിൽ കോമ്പിനേഷനോടുകൂടി നമുക്ക് ഫൈനൽ തേർഡിൽ എത്താനോ ഫൈനൽ പാസ് കൊടുക്കാനോ ഫൈനൽ ഫിനിഷ് ചെയ്യാനോ ഉള്ള ഒരു പാഠവം ഇതുവരെ നമ്മൾ കാണിച്ചിട്ടില്ല. ഇപ്പോൾ സ്കോർ ചെയ്ത ഗോളുകൾ തന്നെ നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല വ്യക്തിപരമായ സ്കോറുകളാണ് അത്. ഇപ്പോൾ ബെൽഫേർട്ടിൻ്റെ ഗോൾ നോക്കിയിരുന്നാലും നാസൻ്റെ ഗോളായിരുന്നാലും വിനീതിൻ്റെ ഗോളായിരുന്നാലും വിനീത് കൂടുതൽ ഗോൾ അടിച്ചെങ്കിൽ പോലും വിനീതിന് അവസരങ്ങൾ കിട്ടിയത് മുതലാക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാൻ ഒരു ഓപ്പർച്യൂണിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കാനുള്ള ഒരു കഴിവ് വിനീതിനുണ്ട്. ആ അവസരങ്ങൾ എപ്പോഴും കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആക്രമണത്തിൽ നമുക്ക് ഒരു മുനയുണ്ട് എന്ന് പറയാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ മിഡ്ഫീൽഡ് എടുത്ത് നോക്കിയാൽ കളിയെ ഒരു ഗെയിമിനെ നിയന്ത്രിക്കുന്നത് സെൻട്രൽ മിഡ്ഫീൽഡേഴ്സാണ്. നമുക്കൊരു കൽക്കട്ടയുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒരിക്കലും ഒരു കളി നിയന്ത്രിക്കാൻ കഴിവുള്ള മധ്യനിര ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. മെഹ്താബ് ഹുസൈനും അസ്രാങ്കുമാണ് ഇതുവരെ മധ്യനിരയിൽ കൂടുതൽ കളിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സെൻട്രൽ മിഡ്ഫീൽഡിൽ മെഹ്താബ് ഹുസൈൻ ഡിഫൻസീവ് പരമായി മുന്നേറ്റമുണ്ടെങ്കിലും അറ്റാക്കിംഗ് ആക്രമണത്തിൽ നോക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കുന്നില്ല. ഒരു ക്രിയേറ്റീവ് പാസസ് കൊടുക്കാനോ അല്ലെങ്കിൽ കളി
മുന്നോട്ട് സ്ട്രൈക്കേഴ്സിന് ബോൾ എത്തിക്കുന്നതിലോ ഇതുവരെ മികവ് കാട്ടുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ പോലും അത് വളരെ പരിമിതമാണ്. അതുപോലെ തന്നെയാണ് അസ്ട്രാങ്കും. ഇവരെ രണ്ടുപേരെ നോക്കുമ്പോൾ നമുക്ക് ഫിനിഷിങ്ങിലും ഇപ്പോൾ പിന്നിൽ നിന്ന് ഷോട്ട് എടുക്കാനുള്ള ഒരു കഴിവ് അത് ഇതുവരെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ആത്മവിശ്വാസം അർപ്പിക്കാൻ കഴിയുന്നത് ഡിഫെൻസീവ് ഏരിയയിലാണ്. ഇപ്പോൾ ജിങ്കാനെ പോലുള്ള ഒരു അഗ്രസീവ്നെസ് ഉള്ളൊരു കളിക്കാരൻ, അതുപോലെ തന്നെ ഹിംബർക്കിനെ പോലുള്ള ഒരു ടഫായിട്ട് അല്ലെങ്കിൽ ശക്തിയോടുകൂടി ഊർജ്ജസ്വലതയോടുകൂടി കളിക്കുന്ന ഒരു ഡിഫൻഡർ, ഹ്യൂസിനെ പോലെ ഇവരെല്ലാം ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹം വളരെ പേഷ്യൻസായിട്ട് ഡിസിപ്ലിനായിട്ട് ഈ ടീമിനെ നയിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ ഡിഫൻസീവ് നിരയിൽ ഉണ്ടായിട്ടുള്ള മികവ് കൊണ്ട് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഈ കളിയിൽ ഫൈനൽ വരെ എത്തിയിട്ടുള്ളത്. കാരണം നമുക്ക് സെമിയിൽ നോക്കിയാൽ തന്നെ അറിയാം, ഡൽഹിയുമായിട്ട് 2-2 ഡ്രോ ആയി എങ്കിൽ പോലും അത് വളരെ 10 പേരും ആയിട്ടുള്ള ഡൽഹിനെ ആണ് നമ്മൾ 90 മിനിറ്റും ഗോളടിക്കാൻ കഴിയാതെ നമുക്ക് പിടിച്ചു നിർത്താൻ വേണ്ടി വന്നത്. അത് ജിങ്കാൻ്റെ ഒരു ഗോൾ ലൈൻ സേവ് ഇല്ലായിരുന്നെങ്കിൽ ആ കളി മറിയുമായിരുന്നു. അപ്പോൾ അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബ്ലാസ്റ്റേഴ്സിന് കൽക്കട്ടയുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറച്ച് മികവ് കുറവാണെന്ന് പറയാം. കൽക്കട്ടയ്ക്ക് ലോകോത്തര മധ്യനിര താരങ്ങളുണ്ട്, അതുപോലെ തന്നെ ഏത് സമയത്തും ഗോളടിക്കാൻ മികവുള്ള സ്ട്രൈക്കറുണ്ട്. ഹ്യൂം പ്രത്യേകിച്ചും ഒരു കേരളത്തിൽ കൊച്ചി സ്റ്റേഡിയത്തിൽ ഹോം ഗ്രൗണ്ട് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഹ്യൂമിന്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കൽക്കട്ടയ്ക്ക് കുറച്ച് മികവുണ്ട്. പക്ഷേ നമ്മൾ ഇത്രയും ഈ കൊച്ചിയിൽ വെച്ച് ഫൈനൽ നടക്കുന്നു. മാത്രമല്ല നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, വിനീത് വന്നത് അല്ലെങ്കിൽ റിനോ ആൻഡോ വന്നതിന് ശേഷമുള്ള ഒരു ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനം. അപ്പോൾ ആ സ്കോറിങ്ങിൽ വന്നൊരു സ്കോർ ചെയ്യാനുള്ള ഒരു താരം വന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കളികൾ ജയിക്കാൻ തുടങ്ങിയത്. അതുപോലെ കോപ്പലിൻ്റെ തന്ത്രപരമായ നീക്കങ്ങൾ എല്ലാ കളികളിലും ആദ്യ പകുതി അദ്ദേഹം നിരീക്ഷിച്ചതിന് ശേഷം, ആദ്യ പകുതിയിൽ വരുന്ന പോരായ്മകൾ അദ്ദേഹം കുറിച്ചെടുക്കുകയും പഠിച്ചതിന് ശേഷം രണ്ടാം പകുതിയിൽ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി രണ്ടാം പകുതിയിൽ തിരിച്ചടിക്കുന്ന ഒരു ടീമിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ന് ആരാധകരുണ്ടെങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഈസി ആയിട്ടുള്ള ഒരു മാച്ച് ആയിരിക്കില്ല ബ്ലാസ്റ്റേഴ്സിന്. തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ടമായിരിക്കും. അതിൽ ഈ പറഞ്ഞതുപോലെ ആരാധകരുടെ സപ്പോർട്ടും കോപ്പലിൻ്റെ തന്ത്രങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അവസരങ്ങൾ മുതലാക്കാൻ നമ്മുടെ കളിക്കാർക്ക് കിട്ടുന്ന അവസരങ്ങൾ, അവർക്ക് അധികം അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഇത് എടുക്കാൻ മധ്യനിരയ്ക്കോ ഡിഫൻസിനോ സാധിക്കുന്നില്ല. പക്ഷേ കിട്ടുന്ന 1-2 അവസരങ്ങളിൽ ഒരു ഗോളെങ്കിലും നമുക്ക് ആദ്യം സ്കോർ ചെയ്യാൻ സാധിച്ചാൽ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് അനുഭവിക്കും. അതെ, ഈ കോപ്പലിന്റെ തന്ത്രങ്ങളെക്കുറിച്ച് ആർക്കും, അദ്ദേഹത്തിനല്ലാതെ ലോകത്ത് ആർക്കും മുൻകൂട്ടി അറിയാൻ സാധിക്കില്ല എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഈ പറഞ്ഞ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ സെക്കൻഡ് ഹാഫിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒട്ടുമിക്ക ഗോളുകളും വീഴുന്നതും. ആ തന്ത്രം പഠിച്ചതിന് ശേഷം ഇവിടെ ഇന്ന് അങ്ങനെ ഒരു സ്ട്രാറ്റജി, ഏത് തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് അപ്ലൈ ചെയ്യാനുള്ള സാധ്യത? പ്രത്യേകിച്ച് പറഞ്ഞ പോലെ സമയം ഇല്ല, ഒറ്റ മത്സരമാണ്, മിനിറ്റിന് സെക്കൻഡിന് വില ഉള്ളതാണ്. കാരണം ആദ്യം ഒരു ഗോള് വീഴ്ത്തുക, പിന്നെ പ്രതിരോധത്തിലേക്ക് ഉൾവലിയുക, അങ്ങനെ നിരവധി തന്ത്രങ്ങളുണ്ടല്ലോ. എന്താണ് ഒരു വിദൂര സാധ്യത താങ്കൾ കാണുന്നത് സദീപൻ ബാലൻ? അദ്ദേഹത്തിന് ഇന്ന് ഏറ്റവും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഞാൻ കാണുന്നത് ഹൊസു ലെഫ്റ്റ് വിങ് ബാക്കിൽ വരുന്നില്ല. ഹൊസു കൂടി ലെഫ്റ്റ് വിങ് ബാക്ക് ആയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിരോധ വളരെ ശക്തമായേനെ. പക്ഷേ അതിന് പകരം ആരെ കളിപ്പിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഫോറിനേഴ്സും ഇന്ത്യൻ പ്ലേയേഴ്സും തമ്മിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നിലനിർത്തേണ്ടതുള്ളത് കൊണ്ട് ഇന്ന് തീർച്ചയായിട്ടും അവിടെ ഒരു ഇന്ത്യൻ പ്ലെയർ തന്നെയായിരിക്കും വരേണ്ടത്. അങ്ങനെ ഒരു ഇന്ത്യൻ പ്ലെയർ വരുമ്പോൾ റിനോ ആൻഡോ അല്ലെങ്കിൽ പ്രദീപ് ചൗധരി, ഇപ്പോൾ എനിക്ക് കൂടുതൽ സാധ്യത കാണുന്ന പ്രദീപ് ചൗധരിയിലാണ്. കാരണം കൽക്കട്ടയെ പോലുള്ള ഒരു ഫിസിക്കലി ഡിമാൻഡ് ചെയ്യുന്ന ഒരു ടീം കളിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രദീപ് ചൗധരിക്കാണ് കൂടുതൽ ചാൻസ് കിട്ടാൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ആ വീക്ക്നെസ് മുതലെടുത്തുകൊണ്ട് കൽക്കട്ട അതുവഴി ആക്രമണങ്ങൾ മെനയാനായിരിക്കും ശ്രമിക്കും. അപ്പോൾ അതിനെ എങ്ങനെ തടയാം? മാത്രമല്ല മുന്നേറ്റ നിരയിൽ റാഫി പരുക്കാണെങ്കിൽ റാഫിയെ അദ്ദേഹം ഒരു തുറപ്പിച്ചിട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം അവസരങ്ങൾ ഉപയോഗിക്കാം. ഇപ്പോൾ ക്രോസ് മുതലാക്കാനും ഒരു വൺ സ്ട്രൈക്കർ മുൻപന്തിയിൽ നിന്ന് കളിക്കാനുള്ള ഒരു സ്ട്രൈക്കർക്ക് വേണ്ടി മാത്രമാണ് റാഫിയെ ഇറക്കുന്നതും. അതാണ് അദ്ദേഹം അതിൽ നിന്ന് ഏരിയൽ ബോളുകൾ വിൻ ചെയ്യുക, ക്രോസ് വിൻ ചെയ്യുക, അല്ലാതെ മറ്റൊന്നും അദ്ദേഹം റാഫിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ വിനീതിന് സപ്പോർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ബെൽഫ്രോട്ട് വന്നാൽ തന്നെ ബെൽഫോർട്ടിന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് കളിക്കാം. ഇവരെല്ലാം അഭിപ്രായത്തിൽ ടീം മാനേജർ, ടീം ഉടമ കൂടിയായ നിത അംബാനി
മാധ്യമങ്ങൾ അവരെ കാണാൻ ശ്രമിക്കുകയാണ്. നിലവിൽ കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. കാരണം സ്റ്റേഡിയത്തിലേക്ക് നിത അംബാനി കയറി വന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടത്. മാധ്യമങ്ങൾ അവർക്ക് മുന്നിൽ മൈക്ക് വെക്കുകയും ചെയ്തു, എന്തോ പറയാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് എന്ന പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് കൂടിയാണ്. ശ്രീ സദീപൻ ബാലൻ തുടർന്നോളൂ. അപ്പോൾ അത് ഒരു പ്രധാന ഘടകമായിരിക്കും ലെഫ്റ്റ് വിങ് ബാക്കിലെ പോരായ്മ പരിഹരിക്കുന്നത്. മാത്രമല്ല അടുത്തത് സെൻറ്റർ മിഡ്ഫീൽഡിൽ നമുക്ക് സെൻറ്റർ മിഡ്ഫീൽഡിൽ നിന്ന് ഫീഡ് ചെയ്ത് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു കഴിവില്ലായ്മ മുതലെടുത്തുകൊണ്ട് തിരിച്ച് കൽക്കട്ട ടീമിന് ലോകോത്തര തന്നെ ബോറിയയും സെറാനെയും പോലുള്ള സ്ട്രോങ് ആയിട്ടുള്ള കളിക്കാർ അവർക്ക് മധ്യനിരയിൽ സെൻട്രൽ മിഡ്ഫീൽഡിൽ ഉള്ളത് കാരണം അവർ തീർച്ചയായിട്ടും സെൻട്രൽ മിഡ്ഫീൽഡ് വഴി നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ് അവരുടെ ഒരു ത്രയം പോസ്റ്റിഗയും ഹ്യൂമും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ അത് കൊണ്ട് തീർച്ചയായിട്ടും അത് എങ്ങനെ ഓവർകം ചെയ്യാം. ഇപ്പോൾ ബേതാവ് ഹുസൈനെ ഡിഫൻസീവ് റോൾ കൂടുതൽ കൊടുക്കുമോ അതോ അറ്റാക്കിംഗ് കൊടുക്കുമോ എന്നൊക്കെ ഉള്ളത് വളരെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ. തീർച്ചയായിട്ടും ഇന്ന് ഒരു കാരണവശാലും നേരത്തെ പറഞ്ഞതുപോലെ സെക്കൻഡ് ഹാഫിലേക്ക് പോയി നമുക്ക് ഗോൾ അടിക്കാമെന്നുള്ളൊരു തീർച്ച ഉണ്ടാക്കാൻ പറ്റില്ല. കാര്യം കൽക്കട്ട ഓൾറെഡി ഒരു ഹോം മാച്ച് എവേ മാച്ച് ഇവിടെ കൊച്ചിയിൽ നമ്മുടെ ഹോം മാച്ച് ജയിച്ചിട്ടുള്ളതാണ്. തിരിച്ച് കൽക്കട്ടയിൽ 1-1 ഡ്രോ ആണെങ്കിൽ പോലും അവർ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ വളരെ വീറോട് കൂടിയാണ് ബോംബെ ലീഗിൽ 1ാം സ്ഥാനത്ത് നിന്ന ബോംബെയെ 10 പേര് വെച്ച് ഡ്രോ പിടിച്ചാണ് ഫൈനലിലേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഈ മിഡ്ഫീൽഡിൽ നിന്ന് ഉരുത്തിരിയുന്ന മുന്നേറ്റങ്ങൾ തടയാനും ഹ്യൂമിനെ തളയ്ക്കാനും ഹ്യൂം ഏത് നിമിഷത്തിലും ഗോൾ അടിക്കാം, നമുക്ക് പ്രതീക്ഷിക്കാത്ത അവസരങ്ങളിൽ പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഗോൾ അടിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തിന് പൂട്ടുന്ന കാര്യത്തിലും അപ്പോൾ ഈ 3 തലങ്ങളിലും കോപ്പലിനെ സംബന്ധിച്ച് വളരെ തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഏത് തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ് വരും മണിക്കൂറുകളിൽ. ടീമിന് ആശംസ അർപ്പിച്ച നിരവധി ആൾക്കാർ നേരത്തെ തന്നെ ആശംസ അർപ്പിച്ചിരുന്നു. ഈ നേരത്തെ അൽഫോൺസ് ഒരു സംഗീത ആൽബം ടീമിന് ആശംസ അർപ്പിച്ച് പുറത്തിറക്കുകയും ചെയ്തു. മറ്റുള്ള ടീമുകൾ ക്ഷമിക്കുക, കാരണം ഞങ്ങൾ ജയിക്കും, ദൈവം ഞങ്ങളോട് ഒപ്പമാണ് എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മറ്റുള്ളവരോട് പറയുന്നത്. കാരണം സച്ചിൻ അവർക്കൊപ്പം ആയതുകൊണ്ടുകൂടി. എന്തായാലും റിസൾട്ട് എന്താകും എന്നറിയില്ല. കരുത്തരായ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയാണ് അവരുടെ എതിരാളികൾ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. സുദേശ്, ഈ എന്തായാലും ഇനിയിപ്പോൾ ഏകദേശം 1 മണിക്കൂർ മാത്രമാണ് കഷ്ടിയുള്ളത്. ടീം ലൈനപ്പ് സംബന്ധിച്ചുള്ള സൂചനകളൊക്കെ ഒരുപക്ഷെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ ഈ വരുന്ന മിനിറ്റുകൾ? യെസ്, സച്ചിൻ അദ്ദേഹം കൊച്ചി സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നു തത്സമയം. സച്ചിൻ തെണ്ടുൽക്കർ അദ്ദേഹത്തിൻ്റെ ഓരോ വരവും ആഘോഷമാക്കി മാറ്റുകയാണ് കൊച്ചിക്കാർ. ഒരുപക്ഷെ സ്റ്റേഡിയത്തിന് പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. മാക്സിമം 65,000-ത്തോളമാണ്, 70,000 പേരെ ഉൾക്കൊള്ളാവുന്ന സ്റ്റേഡിയമാണ്. അതിൻ്റെ ഇരട്ടി ആൾക്കാർ ഒരുപക്ഷെ പുറത്തുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ടിക്കറ്റ് വിൽപ്പനയിലെ പാകപ്പിഴയൊക്കെയാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കൊണ്ട് എത്തിച്ചു നിർത്തുകയും ചെയ്തത്. സുദേശ്, ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ടീം ലൈനപ്പ് സംബന്ധിച്ചുള്ള സൂചനകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകുമോ? എന്താണിത്? ഇന്ന് കേരളത്തെ സംബന്ധിച്ച് ലൈനപ്പിൽ 2 മാറ്റങ്ങൾ കാണാൻ സാധ്യത ഉണ്ടാകുന്നു. ഒന്ന്, ഗോൾ കീപ്പർ ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷനാണ്. സെമി ഫൈനലിൽ വളരെ റിസ്ക് എടുത്ത് കോപ്പൽ സന്ദീപ് നദി ഗോൾ കീപ്പറാക്കുന്നു. അതൊരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത് എന്ന് നമുക്കറിയാം. അതിൻ്റെ ചില പിഴവുകളും കണ്ടു, ഗുണങ്ങളും നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് സ്റ്റാക്കിനെ തിരിച്ചു കൊണ്ടുവരുമോ അല്ല സന്ദീപ് നദിയിൽ തന്നെ അദ്ദേഹം വിശ്വാസം അർപ്പിക്കുമോ എന്നുള്ളത് നിർണായകമാണ്. അത് മധ്യനിരയിൽ അല്ലെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായി ആരെ കളിപ്പിക്കാനാണ് അദ്ദേഹം തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ പ്രതിരോധത്തിൽ ആരെയാണ് നിയോഗിക്കുക എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഒരു ഇന്ത്യൻ താരം റെനോ ആൻഡോയോ അല്ലെങ്കിൽ പ്രതീക് ചൗധരിയോ വരികയാണെങ്കിൽ സ്വാഭാവികമായും സ്റ്റാക്കിനെ പരീക്ഷിക്കാനുള്ള ഒരു ധൈര്യം അദ്ദേഹത്തിനുണ്ടാവും. മറിച്ച് കാദിയോ പോലുള്ള ഒരു കളിക്കാരനെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ വിദേശ താരം വേണം, കൊൽക്കത്തയെ പോലുള്ള ശക്തമായൊരു ടീമിനെതിരെ ഒരു വിദേശ താരം തൻ്റെ പ്രതിരോധത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നന്ദി തന്നെ തുടരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു നിർണായകമായ കാര്യം, ഡൽഹിക്കെതിരായ സെമി ഫൈനലിൽ മാൻ ടു മാൻ മാർക്കിംഗ് കുറേ കൂടെ ആശ്രയിച്ചിരുന്നു. അവിടെ നമ്മൾ കണ്ടാണ് മലൂദയെ പൂട്ടാൻ വേണ്ടി മേത്താബ് ഹുസൈനെയും ഒപ്പം തന്നെ അസ്രാഖ് മെഹമ്മദിനെയും നിയോഗിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അത് മാർജിലോഞ്ഞയെ പൂട്ടാൻ വേണ്ടി ഒരു ഘട്ടത്തിൽ ഹുസുവും പിന്നീട് കാദിയോയും ഇറങ്ങുന്നത് നമ്മൾ കണ്ടു. അത് ഏറെക്കുറെ വിജയിച്ച ഒരു തന്ത്രമായിരുന്നു. എന്നാൽ കൊൽക്കത്തയ്ക്കെതിരെ മാൻ ടു മാൻ മാർക്കിംഗ് അത്രത്തോളം ഫലപ്രദമല്ല എന്നാണ് കൊൽക്കത്തയുടെ മത്സരങ്ങൾ. എന്തുകൊണ്ടെന്നാൽ ജാവി ലാറയെ പോലെയും സമിക് ദൗത്യയുടെ കാര്യം എടുത്തു പറയണം. ഒപ്പം തന്നെ ഹ്യൂമുണ്ട്, പിന്നെ പൊസ്റ്റിഗായുമുണ്ട്. ഇത്തരം താരങ്ങളെ ഇവരെ എല്ലാവരെയും മാൻ ടു മാൻ മാർക്കിംഗ് ചെയ്ത് കേരളത്തിന് കളിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ന് തികച്ചും
പ്രതിരോധാത്മകമാണെങ്കിൽ പോലും അല്പം വ്യത്യസ്തമായ ഒരു ശൈലിയായിരിക്കും സ്വീകരിക്കുക. അപ്പോൾ ഏത് താരത്തെ നിയോഗിക്കുമെന്നുള്ളത് ഞാൻ പറഞ്ഞതുപോലെ സന്ദീപ് നന്ദിയോ സ്റ്റാക്കോ ഗോൾ പോസ്റ്റിൽ വരാനുള്ള സാധ്യത. അതിൽ ആരെയെന്ന് അവസാന നിമിഷം കോപ്പലിൻ്റെ തന്ത്രങ്ങൾ എന്താണെന്ന് നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ആർക്കും നിശ്ചയിക്കാൻ കഴിയില്ല. അത്തരമൊരു ടീമിനെ ആയിരിക്കും നിയോഗിക്കുക. ഈ വൈകിയ വേളയിൽ ഇതുവരെ സ്വീകരിച്ച പ്രതിരോധ തന്ത്രത്തിൽ നിന്നും മാറി ചിന്തിക്കാനുള്ള ഒരു വിഭവങ്ങളൊന്നും കേരളത്തിന് കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ആ വിഭവങ്ങൾ ഉപയോഗിച്ച് കളിക്കാനായിരിക്കും ശ്രദ്ധിക്കുക. പുതിയൊരു മധ്യനിരയിൽ അഗ്രസീവായി കളിക്കുന്ന ഒരു താരത്തെ നമുക്ക് തേടുക ബുദ്ധിമുട്ടാണ്. ഇതുവരെ നമ്മൾ കണ്ടെത്തിയ ഗോളുകളെല്ലാം തന്നെ നമുക്കറിയാം ബെൽഫോർട്ടും മറ്റും നമ്മുടെ മധ്യനിരയിൽ നിന്ന് കൊണ്ടുപോയി ഒറ്റയ്ക്ക് ഗോളടിക്കുന്നു. വിനീതിന് വീണ് കിട്ടുന്ന ചില അവസരങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഗോളാക്കുന്നതാണ് നമ്മൾ കണ്ടത്. വൺ ടച്ച് പാസുകൾ കളിച്ച് ഇന്ന് മോഡേൺ ഫുട്ബോളിൽ കാണുന്ന, ഒരു ഘട്ടത്തിൽ സ്പെയിൻ ലോകകപ്പ് പോലും കളിച്ചത് ഒരു റെക്കഗ്നൈസ്ഡ് ഫോർവേഡും ഇല്ലാതെ കളിച്ച മത്സരങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ കളിക്കാനുള്ള ഒരു ധൈര്യം ഇന്ന് ബ്ലാസ്റ്റേഴ്സിനില്ല. പകരം പ്രതിരോധത്തിൽ തന്നെ ഊന്നിക്കൊണ്ട് അതിന് ശക്തമായ വിദേശ താരങ്ങളുടെ സാന്നിധ്യമായിരിക്കും കൂടുതലായി കോപ്പൽ ഉപയോഗിക്കാൻ തോന്നുന്നു. ആ രീതിയിൽ കൗണ്ടർ അറ്റാക്കിംഗ് നടത്താൻ തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നസോണെ മുന്നിൽ നിർത്തി അല്ലെങ്കിൽ റാഫിയെ, അദ്ദേഹത്തിൻ്റെ ചില മത്സരങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ റാഫിയെ മുന്നിൽ നിർത്തുന്നതാണെന്നു. നസോണോ റാഫിയെ മുന്നിൽ നിൽക്കുകയും പിന്നിലായ ബെൽഫോർട്ടും വിനീതും അല്ലെങ്കിൽ ഇതിലേറെയും താരം വരുന്ന ഒരു നിരയുമായിരിക്കും. കൗണ്ടർ അറ്റാക്കിങ്ങിന് തനിക്ക് നല്ല താരങ്ങളുണ്ടെന്ന് കോപ്പൽ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ശൈലിയാണത്. അതുകൊണ്ട് അതിൽ വലിയ മാറ്റം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. പ്രതിരോധത്തിൽ കൂടുതൽ ഊന്നിക്കൊണ്ട് കൗണ്ടർ അറ്റാക്കിങ്ങിന് പറ്റിയ തൻ്റെ മികച്ച താരങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു തന്ത്രം തന്നെയായിരിക്കും ആവിഷ്കരിക്കുക. മറുപക്ഷത്ത് കൊൽക്കത്ത സെമിയിലെ ഒരു രണ്ടാം ഭാഗത്തിൽ നടത്തിയ പരീക്ഷണത്തിന് മുതിരാൻ സാധ്യതയില്ല. അവർ ഏറെക്കുറെ അവരുടെ ബെസ്റ്റ് 11 തന്നെ നിർത്താൻ, രണ്ടാം ഭാഗത്തിൽ നമ്മൾ കണ്ടാണ് ഹ്യൂമിനെയും മറ്റും മാറ്റി നിർത്തിക്കൊണ്ട് 9 പേരെ മാറ്റി പരീക്ഷിക്കാനുള്ള ധൈര്യം കാണിച്ചു മൊളീനോ എന്ന പരിശീലകൻ. കോപ്പലിനൊപ്പം തന്നെ നിൽക്കുന്ന, തന്ത്രങ്ങളുടെ കാര്യത്തിൽ ഒപ്പം നിൽക്കുന്ന ഒരു പരിശീലകനാണ്. ഇവിടെ അദ്ദേഹം ഈ ഫൈനലിൽ വലിയ പരീക്ഷണങ്ങൾക്ക് സാധ്യതയില്ല. സമീക് ദൗത്തിയും ഒപ്പം തന്നെ പോസ്റ്റിഗ ഇറങ്ങുന്നു. സമീക് ദൗത്തി ഒപ്പം തന്നെ ഹ്യൂസ് ഇറങ്ങുന്നു. ജാവിലാറ കളി നിയന്ത്രിക്കുന്ന അഗ്രസീവ് അല്ലെങ്കിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ ജാവിലാറ, ബോർജ ഫെർണാണ്ടസ് ഡിഫൻസീവ് മിഡ്ഫീൽഡറായി കളിക്കുന്നു. പിന്നീട് അവർക്ക് അല്പമെങ്കിലും വീക്കായത് പ്രതീക് ചൗധരിയും പ്രീതം കോട്ടാലും ഒപ്പം തന്നെ കീഗൻ പെരേരയും അടങ്ങുന്ന ഒരു പ്രതിരോധമാണ്. ഇന്ത്യക്കാർക്ക് കൂടുതൽ ആധിപത്യമുള്ള അല്ലെങ്കിൽ മേധാവിത്വമുള്ള ഒരു പ്രതിരോധമാണ്. അത് പൊളിക്കാനുള്ള ഒരു സാധ്യത ബ്ലാസ്റ്റേഴ്സിന് കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ സാധ്യത. അവിടെ അവർക്ക് നിർത്താൻ നല്ല വിദേശ താരങ്ങളില്ല എന്നുള്ളത് കൊൽക്കത്തയ്ക്ക് ഒരു വീഴ്ചയാണ്. എന്നാൽ അത് പരിഹരിക്കാൻ കഴിയുന്ന താരങ്ങൾ മുന്നിലായിട്ട് അവർ മധ്യനിരയിലും മറ്റും അവർക്കുണ്ട്. എന്നാൽ ആ വിടവ് പരിഹരിക്കാൻ കൊൽക്കത്തയ്ക്ക് ഇന്നും സാധിക്കില്ല എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് ഒരു അഡ്വാൻറ്റേജായി നമുക്ക് പരിഗണിക്കാവുന്നതാണ്. വലിയ മാറ്റമില്ലാത്ത തൻ്റെ ഏറ്റവും നല്ല 11 തന്നെയായിരിക്കും മൊളീന ഇന്ന് കളത്തിലിറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അറ്റാക്കിംഗ് ഫുട്ബോളും ഡിഫൻസീവ് ഫുട്ബോളും തമ്മിലുള്ള ഒരു മത്സരം, ആ രീതിയിലുള്ള ഒരു മത്സരമായിരിക്കും. ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വളരെ ആസ്വാദ്യകരമാവുന്ന അല്ലെങ്കിൽ അവർക്ക് ഓരോ നിമിഷവും ആർത്തു വിളിക്കാവുന്ന ഒരു കളിയായിരിക്കില്ല എന്നുള്ളത് കേരളത്തിൻ്റെ കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് കണ്ടതിൽ നിന്ന് വ്യക്തമാണ്. എങ്കിൽ പോലും നമുക്ക് വിജയിക്കാനുതകുന്ന ഒരു ഗോൾ, അത് മത്സരത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ കഴിഞ്ഞ എല്ലാ കൂടുതൽ മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സ് കാണിച്ചതുപോലെ രണ്ടാം ഘട്ടത്തിൽ ആ ഗോൾ വരും എന്ന പ്രതീക്ഷയാണ്. ആദ്യ പകുതിയിൽ കളി വ്യക്തമായി വിലയിരുത്തിക്കൊണ്ട് കോപ്പൽ വരുത്തുന്ന തന്ത്രങ്ങളാണ് നമുക്ക് പലപ്പോഴും ഗോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അത് തന്നെയായിരിക്കും ഇന്നത്തെ മത്സരത്തിൽ നിർണായകമാവുക. ആ ഒരു ഗോളിന് വേണ്ടിയാണ് കൊച്ചിയും ഒപ്പം തന്നെ കേരളമാകെയും അല്ലെങ്കിൽ ലോകമെങ്ങുമുള്ള മലയാളികൾ കാത്തിരിക്കുന്നത്. തീർച്ചയായും അത് ഒരുപക്ഷെ ആ ഒറ്റ ഗോൾ മാത്രം എന്നും വരാം, ആ നിർണായകമായ ഗോൾ. ശ്രീ ജിജു ജേക്കബ് ഇവിടെ പറഞ്ഞതുപോലെ കോപ്പലിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമുക്ക് ആർക്കും ഗണിച്ചെടുക്കാനാവില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിനല്ലാതെ ലോകത്ത് ഇവിടെ ഏറ്റവും നിർണായകമായ ഒരു പൊസിഷനാണല്ലോ ഗോൾ കീപ്പർ എന്നുള്ളത്. ഒരു നേരിയ പരാജയം, ഒരു നേരിയ പിഴവ് മതി ഏറ്റവും വലിയ പഴി കേൾക്കാൻ ഗോൾ കീപ്പർക്ക്. അത് എല്ലാ കാലവും ലോക ഫുട്ബോളിലും എല്ലാം അങ്ങനെ തന്നെയാണ്. കാരണം പഴി കേൾക്കുന്നവരായിരിക്കും. കഴിഞ്ഞ കളിയിൽ നന്ദിയെ സംബന്ധിച്ച് നമ്മൾ കണ്ടതാണ്. ഭാഗ്യത്തിൻ്റെ അകമ്പടി കൂടി ഇല്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഒരു ദുരന്ത കഥാപാത്രമായി മാറുമായിരുന്നു നന്ദി എന്ന കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. ഇവിടെ സ്ട്രാക്കിനെ പരീക്ഷിക്കാനുള്ള സാധ്യത ഉണ്ടോ? എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ഒരു ലൈനപ്പ്? തീർച്ചയായും കഴിഞ്ഞ സെമിഫൈനൽ മത്സരം മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ പോലും സന്ദീപ് നന്ദി തൻ്റെ 90 മിനിറ്റും അതിൻ്റെ എക്സ്ട്രാ ടൈമേഴ്സിലും വരുത്തിയ പിഴവുകൾ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ വീണ 2 ഗോളുകൾക്കും ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ പക്ഷേ സന്ദീപ് നന്ദി എന്ന് പറയുന്ന ആ ഗോൾ കീപ്പർ വൺ ഓഫ് ദി ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇന്ത്യൻ ഗോൾ കീപ്പറാണ്. വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ഗോൾ കീപ്പർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രായവും എക്സ്പീരിയൻസും അത് ഗ്രാമത്തിലേക്ക് പോകാൻ കാരണം ഹോസു ഈ പറയുന്ന മാതിരി കോപ്പലിൻ്റെ ഒരു അവസാന ഒരു തീരുമാനമായിരുന്നു. കാരണം ഒരു മധ്യനിര താരത്തെ ലെഫ്റ്റ് വിങ് ബാക്കിലേക്ക് കൊണ്ടുവരിക എന്നത് അദ്ദേഹത്തിന് മറ്റൊരു ചോയ്സ് അവിടെ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം
കാണിച്ച ഒരു പരീക്ഷണമായിരുന്നു. പക്ഷേ അത് മത്സരങ്ങളിൽ അത് വളരെ വിജയമായിട്ട് തന്നെ വന്നു. അതുകൊണ്ട് തന്നെ അത് പിന്നീട് അത് തുടരുന്ന ആ പരീക്ഷണം നടത്തുകയും കഴിഞ്ഞ മത്സരത്തിലെ ഒരു ചെറിയ ഇടവേളയിൽ പോലും ഹോസുവിനെ മധ്യനിരയിലേക്ക് വിട്ട് ഒരു തന്ത്രം കോപ്പലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് വളരെയധികം ടീമിൻ്റെ കാരണം അതുവരെ കാണാത്ത ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മധ്യനിരയിൽ ഒരു ചെറിയ തരത്തിലെങ്കിലും ഉള്ള ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ പാസിംഗ് ഗെയിം അവിടെ ഹോസുവിൻ്റെ വരവോടുകൂടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഇപ്പം ഏകദേശം അത് ലാസ്റ്റ് ഫൈനൽ 11 പ്രഖ്യാപിക്കുന്ന സമയമായിട്ടുണ്ട്. നമുക്കത് തീർച്ചയായിട്ടും കാണാം. കാരണം ഇന്നും നന്ദിയുടെ ഒരു വരവായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. യെസ്, ആ ഒരു സാധ്യത തന്നെയാണോ ശ്രീ സദീപൻ ബാലൻ താങ്കളും കാണുന്നത്? ഒരുപക്ഷെ നന്ദി തന്നെ കളിച്ചേക്കും എന്നുള്ള സൂചനകൾ. അങ്ങനെയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹോസുവിന് പകരം പ്രദീപ് ചൗധരിയോ അല്ലെങ്കിൽ മലയാളി സാന്നിധ്യമാണ്, ഒരു മലയാളിത്തമുള്ള മത്സരമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ 3 മലയാളികൾക്കും അവസരം കൊടുക്കുന്നതിലേക്കുള്ള സാഹചര്യങ്ങൾ ഒക്കെ പോകാൻ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഈ പരിശീലകർ ഈ ഗോൾ കീപ്പറുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് വിദേശ കളിക്കാരെ ടീമിലേക്ക് ഫീൽഡ് പ്ലേയേഴ്സായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഇന്നതുവരെ കണ്ടിട്ടുള്ള മത്സരങ്ങളിൽ ഗോൾ കീപ്പർമാർ അധികം പരീക്ഷിക്കപ്പെട്ടതായിട്ട് വരുന്നില്ല. മാത്രവുമല്ല ഇന്ത്യൻ ഗോൾ കീപ്പർ വിദേശ ഗോൾ കീപ്പർമാർക്കൊപ്പം നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതാണ് നമുക്ക് ഫസ്റ്റ് ISL മുതൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. സന്ദീപ് നന്ദി ആയിരുന്നാലും രഗനേഷ് ആയിരുന്നാലും നമ്മുടെ ഇന്ത്യൻ ഗോൾ കീപ്പർ നോർത്ത് ഈസ്റ്റിൻ്റെ സുബ്രതോ പാൽ ആയിരുന്നാലും എല്ലാവരും നല്ല പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഗോൾ ബാറിന് താഴെ ഒരു ഇന്ത്യൻ ഗോൾ കീപ്പറെ നിർത്തിക്കൊണ്ട് ഫീൽഡ് പ്ലേയേഴ്സ് ഒരു ഫോറിനറെ കൂടുതൽ ഇറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ സ്റ്റാക്കിനെ ഗോൾ പോസ്റ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹോസു ഓൾറെഡി ടീമിലില്ല, വീണ്ടും ഒരു ഫോറിൻ പ്ലെയർ പുറത്തിരിക്കേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ആദ്യ പകുതിയിൽ വന്ന 2 മിസ്റ്റേക്കാണ്. എന്നാൽ രണ്ടാം പകുതിയിൽ അദ്ദേഹം വീഴ്ചകളൊന്നും വരുത്താതെ അത് പരിഹരിച്ചു. സന്ദീപ് നന്ദി ഇതുവരെ കളിച്ചിട്ടുള്ള മത്സരങ്ങളെല്ലാം ഈ ലാസ്റ്റ് മത്സരം ഒഴിച്ച് ബാക്കിയെല്ലാം ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ടാണ് വന്നിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ ഇന്നും നന്ദിക്ക് തന്നെയാണ് ചാൻസ് കൂടുന്നത്. ഹോസു ഇല്ലാത്ത സ്ഥിതിക്ക് മറ്റൊരു ഫോറിൻ പ്ലെയർ ഫീൽഡിൽ വരേണ്ട ആവശ്യകതയാണ്. മാത്രവുമല്ല സ്റ്റാക്ക് വന്നു കഴിഞ്ഞാൽ മുന്നേറ്റ നിരയിൽ നിന്നാണ് നാസനോ അല്ലെങ്കിൽ ബെൽഫർട്ടോ പുറത്തു പോകേണ്ടി വരും. ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നന്ദിയെ തന്നെ പോസ്റ്റിൽ കൊണ്ടുവരുവാൻ ഒരുപക്ഷെ ടീം ലൈനപ്പ് ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. സുദേശ്, സ്റ്റാക്ക് ടീമിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ലൈനപ്പ് പുറത്തു വന്നിരിക്കുന്നത്. ഇടത് വിങ്ങിൽ ഒരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇഷ്ഫാഖ് അഹമ്മദിനെയാണ് പരീക്ഷിക്കുന്നത്. അത് ഇതാണ് പറഞ്ഞത്, കോപ്പലിൻ്റെ തന്ത്രങ്ങൾ പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് പറയുന്നത് ഇതാണ്. ഇഷ്ഫാഖ് അഹമ്മദാണ് കളിക്കുന്നത്. അദ്ദേഹത്തിന് ഏറെ വിശ്വാസമുള്ള ടീമിൻ്റെ ഒരു സഹ കോച്ചായി പ്രവർത്തിക്കുന്ന കളിക്കാരനാണ് ഇഷ്ഫാഖ് അഹമ്മദ്. പല മത്സരങ്ങളിലും ഡിസ്ട്രാക്റ്റീവ് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഇഷ്ഫാഖ് അഹമ്മദിനെ ഉപയോഗിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ് മറ്റു സെമിക്ക് മുമ്പുള്ള മത്സരങ്ങളിലും. ഇതിലും അത് തന്നെയായിരിക്കണം. ഇവിടെ സമീക് ദൗത്തി എന്ന താരത്തെയാണ് പൂട്ടാൻ വേണ്ടിയാണ് ഇഷ്ഫാഖ് അഹമ്മദിനെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൗത്തി അതിവേഗത്തിൽ കളിക്കുന്ന, വിങ് ബാക്കിൽ ഇത്ര വേഗത്തിൽ ഇത്ര ഊർജ്ജസ്വലമായി കളിക്കുന്ന ഒരു താരമാണ്. അദ്ദേഹത്തെ പൂട്ടാൻ വേണ്ടി പ്രായമേറിയ അഹമ്മദിനെ പോലുള്ള ഒരു താരത്തെ വിശ്വാസത്തിലെടുത്തിരിക്കുന്നു. സ്റ്റാക്കിനെ തന്നെ അദ്ദേഹം ഗോൾ കീപ്പറായി കൊണ്ടുവന്നിരിക്കുന്നു. അത് ഇനിയൊരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ഡൽഹിക്കെതിരായ 2ാം പാദം മത്സരത്തിലെ അബദ്ധങ്ങൾ ആവർത്തിക്കാൻ താൻ തയ്യാറല്ല. ഒരു ഗോൾ കുടിയും കഴിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധി അനുഭവിക്കും. ഗോൾ നേടാനുള്ള തൻ്റെ ടീമിൻ്റെ പരിമിതികൾ അദ്ദേഹം തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കും സ്റ്റാക്കിനെ തന്നെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം മുന്നിൽ നാസോണെ മുന്നിൽ നിർത്തി തൊട്ട് പിന്നിൽ റാഫിയെ 4-4-1 എന്നൊരു തന്ത്രമാണ് അദ്ദേഹം ഇന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. വിനീതിനെയും ബെൽഫോർട്ടിനെയും ഒപ്പം തന്നെ മെഹ്മാത്തിനെയും മെഹ്താബ് ഹുസൈനെയും നിർത്തിയിരിക്കുന്നു. അല്പം ഡിഫെൻസീവായി മിഡ്ഫീൽഡറായി കളിക്കാൻ ബെൽഫോർട്ടും വിനീതും 2 വിങ്ങുകളിലായി കളിക്കുന്നു. നാസോൺ ഏറ്റവും മുന്നിലായി നിൽക്കുന്നു, തൊട്ടുപിറകിൽ റാഫി. ഈ തന്ത്രമാണ് ഇന്ന് ആവിഷ്കരിച്ചിരിക്കുന്നത്. തീർച്ചയായും വളരെ വലിയ റിസ്ക് ഒന്നും എടുക്കാൻ തയ്യാറാകാതെ ഭദ്രമായ നിലയിൽ തൻ്റെ കയ്യിലുള്ള, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തൻ്റെ കയ്യിലുള്ള കളിക്കാരെ ഏറ്റവും നല്ല രീതിയിൽ വിന്യസിച്ച് പരമാവധി നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ നോക്കുക. അദ്ദേഹത്തിന് ഹോസുവിൻ്റെ നഷ്ടം വലിയൊരു തിരിച്ചടിയായിരുന്നു. എന്നാൽ അത് വലിയ പരീക്ഷണങ്ങൾക്ക് സാധ്യതയില്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റാക്കിനെ കൊണ്ടുവരുന്നു. സ്വാഭാവികമായും നന്ദിയിൽ ഇനി വിശ്വാസം അർപ്പിക്കാൻ തയ്യാറാവുന്നില്ല. ഒപ്പം ഇഷ്ഫാഖ് അഹമ്മദിനെ അദ്ദേഹം അത് കുറേ കൂടി ഡിഫൻസീവായ ഒരു കളി തന്നെയായിരിക്കും, കുറേ കൂടി തന്ത്രപരമായൊരു ശൈലി തന്നെയായിരിക്കും. ഇനി ഇഷ്ഫാഖ് അഹമ്മദ് ഏത് രീതിയിലെങ്കിലും ഇനി ഒരു കാർഡ് കാണുകയോ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാറ്റി പരീക്ഷിക്കാനും അല്ലെങ്കിൽ മാറ്റാനുള്ളൊരു സാധ്യതയും കൂടെ കണ്ടുകൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിന് തയ്യാറായത്. അത് കോപ്പലിന് മാത്രം അറിയുന്ന ഒരു തന്ത്രം എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. തീർച്ചയായും. കാരണം
എനിക്ക് തോന്നുന്നു ഈ ബെറ്റർ ഓപ്ഷൻ ഇത് തന്നെയാണ് എന്നാണ് തോന്നുന്നത് ശ്രീ ജിജു ജേക്കബ്. കാരണം അന്ന് ആ കളി കണ്ടിരുന്നവർ സ്വാഭാവികമായും 4-5 തവണ നെഞ്ചിൽ കൈവച്ചു പോയിരുന്നു. കാരണം ആ ജിങ്കാന്റെ ഗോൾ ലൈൻ സേവൊക്കെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല റിസൾട്ട് ഉണ്ടാവുക. കാരണം അത്രയ്ക്ക് അദ്ദേഹം പതറിയോ എന്ന് പോലും സംശയം ഉണ്ടായിരുന്നു. സ്റ്റാക്ക് തന്നെയല്ലേ ബെറ്റർ ഓപ്ഷൻ എന്ന് കരുതാനാവോ ഈ ഘട്ടത്തിൽ? തീർച്ചയായിട്ടും അദ്ദേഹം എടുക്കുന്ന തീരുമാനം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അതിൻ്റെ ന്യായീകരണങ്ങൾ ഉണ്ടാകും. പക്ഷേ നമുക്ക് കഴിഞ്ഞ കളിയിൽ സന്ദീപ് നദിയുടെ ഫസ്റ്റ് ഗോൾ കീപ്പേഴ്സിൻ്റെ ഈ തേർഡ് ISL നമ്മൾ ഒരു 3ഓളം ഗോൾ കീപ്പർമാരുടെ നല്ല രസകരമായ ബ്ലണ്ടേഴ്സ് കണ്ടിട്ടുള്ള ഒരു ISL-ലാണ് ഈ തേർഡ് ISL. അതിൽ ഏറ്റവും ആദ്യം തുടങ്ങി വെച്ച സന്ദീപ് നദിയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും എല്ലാ മത്സരങ്ങളും ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഇന്ത്യൻ ഗോൾ കീപ്പർ, ഒരു എക്സ്പീരിയൻസ് ഗോൾ കീപ്പറെ അദ്ദേഹം പരീക്ഷിക്കും. എന്നിട്ട് ഒരു ഫോറിൻ ഇൻഫീൽഡ് പ്ലേയേഴ്സിനെ അദ്ദേഹം ഇറക്കാനുള്ള തന്ത്രമായിരുന്നു എന്ന്. പക്ഷേ അതിലും അദ്ദേഹം നമ്മളെ വളരെ നന്നായിട്ട് തന്നെ ഞെട്ടിച്ചിരിക്കുന്നു. കാരണം ഇഷ്വാത്തിനെ പോലെയുള്ളൊരു പ്ലെയർ, കാരണം ഏജ് വൈസിൽ ഈ ഇന്ത്യക്കകത്ത് ലെവലിൽ കളിക്കുന്ന ഒരു പ്ലെയറെ അദ്ദേഹം പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മറ്റെന്തോ ഒന്നും ഉണ്ട് എന്ന് ന്യായമായും നമുക്ക് സംശയിക്കാം. യെസ്, അതെന്താണെന്ന് കൂടി അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും 1 മണിക്കൂർ മാത്രമാണ് ഇനി നിലവിൽ ഉള്ളത്. CK വിനീതിൻ്റെ വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകർക്ക് ലഭ്യമാക്കാനാകും.